എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണിത്. ആദ്യത്തെ ന്യൂസ്, അദാനി സാഗ വറീസ് നെയ്ബർഹുഡ്. ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ അദാനിയുടെ സ്റ്റോക്ക് വാല്യൂസ് താഴെ പോകുന്നതുമായി ബന്ധപ്പെട്ട് നൈബേഴ്സിന് പ്രശ്നം വരുമോ? നൈബേഴ്സിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നൈബറിങ് രാജ്യങ്ങളാണ്. അതായത് നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും പോർട്ട് അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള പ്രോജക്ട്സും മറ്റ് രാജ്യങ്ങളിലുണ്ട്. ഇതിനൊരു പ്രൈം പ്ലെയറാണ് അദാനി എന്ന് പറയുന്നത്, അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്ക് വാല്യൂഷൻ ഒരു പ്രസിദ്ധമായ ഒരു റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട് അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച സമയത്താണ് ഈ പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്റ്റോക്സ് താഴെ പോകുന്നത്. അതായത് അദാനിയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയോ മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാല്യുവേഷൻ, സ്റ്റോക്ക് വാല്യുവേഷനിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ താഴെ പോകുന്നത്. അപ്പോൾ സ്റ്റോക്സ് വളരെയധികം താഴെ പോയി, മൂല്യം താഴെ പോയി. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് അദാനി ഗ്രൂപ്പിന് ലോണായി കൊടുത്തിരിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സിന് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈബർഹുഡ് വെറി ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൈബർഹുഡ് രാജ്യങ്ങൾ വെറി ചെയ്യണം. കാരണം ഇപ്പോൾ ഇവിടെ ഇറാനിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും നമുക്ക് ഒരുപാട് പോർട്ട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റൊക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ട്, നൈബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്ട്സിന് അദാനി ഗ്രൂപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ആ സമയത്ത് അദാനി ഗ്രൂപ്പിന് ഏതെങ്കിലും രീതിയിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു വറി ഉണ്ടാവും, അല്ലെ, ഒരു പ്രശ്നം, ഒരു വേവലാതി ഉണ്ടാവും മറ്റു രാജ്യങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ന്യൂസ് പറയുന്നത്. ഗ്രൂപ്പ് ഹാസ് ഇൻട്രസ്റ്റ് ഇൻ പവർ ആൻഡ് പോർട്ട് പ്രോജക്ട്സ് അക്രോസ് റീജിയൻ ആൻഡ് ന്യൂഡൽഹി ഈസ് എംഫസിസിങ് ദാറ്റ് എനി സെറ്റ് ബാക്ക് ടു ദീസ് വോണ്ട് എഫക്ട് ഐസ്. ഇങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ശരി, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു തര പ്രശ്നങ്ങളും വരില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ, വെറ്ററൻ സിംഗർ വാണി ജയറാം നോ മോർ. അപ്പോൾ വാണി ജയറാം അന്തരിച്ചു എന്ന വാർത്തയാണ്. She was 77 in career, spanning over 5 decades. The renowned singer has lent her voice to several songs across 19 languages എന്ന് പറയുന്നു. അപ്പോൾ വെറ്ററൻ പ്ലേബാക്ക് സിംഗർ വാണി ജയറാം മരിച്ചു എന്ന വാർത്തയാണ് രണ്ടാമത്തത്. 3, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് സ്കാൻ ഓഫ് റാമ്പൻറ്റ് ടാക്സ് എവേഷൻ. ടാക്സ് എവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് വെട്ടിപ്പ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് ടാക്സ് വെട്ടിക്കുന്നു എന്നുള്ള ന്യൂസാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനീസിന് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? IRD ആണ്. IRD. ഓക്കെ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒരു ട്രൈലാറ്ററൽ റിലേഷൻഷിപ്പാണ്, ഇന്ത്യ, ഫ്രാൻസ്, UAE. എന്തുമായി ബന്ധപ്പെട്ട ക്ലീൻ എനർജി അതുപോലെ തന്നെ കൗണ്ടർ പാൻഡമിക് സ്റ്റെപ്സും. അപ്പോൾ ദ ട്രൈലാറ്ററൽ ഇനീഷ്യേറ്റീവ് വിൽ സർവ് ആസ് എ ഫോറം ടു പ്രൊമോട്ട് ദ ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കോപ്പറേഷൻ പ്രോജക്ട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് എനർജി വിത്ത് ഫോക്കസ് ഓൺ സോളാർ ആൻഡ് ന്യൂക്ലിയർ എനർജി. അപ്പോൾ ഈ പറഞ്ഞ എനർജി, ക്ലീൻ എനർജി അതുപോലെ തന്നെ കൗണ്ടർ പാൻഡമിക് സ്റ്റെപ്സിന് വേണ്ടി 3 രാജ്യങ്ങൾ ഒരുമിക്കുകയാണ്. ഓർത്ത് വെക്കണേ, UAE, ഫ്രാൻസ് അതുപോലെ തന്നെ ഇന്ത്യ. ഇതിനിടെ പാകിസ്ഥാനിൽ ഒരു മോസ്ക് അറ്റാക്കുമായി ബന്ധപ്പെട്ട്, ഒരു ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് മരണം സംഭവിക്കും, അതുപോലെ തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 പേരോളം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ടു സീക്ക് അഫ്ഗാൻ താലിബാൻ ലീഡേഴ്സ് ഹെൽപ്പ് ടു റീൻ ഇൻ TTP ആഫ്റ്റർ മോസ്ക് അറ്റാക്ക്. അപ്പോൾ TTP എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെയാണ് ഇതിൽ അക്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് TTP? തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്, ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. എന്താണ് TTP? തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വേറെ ന്യൂസാണ്, എക്കണോമിക് ടേംസിലുള്ളൊരു ന്യൂസാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വാട്ട് മെയ്ഡ് ദ അദാനി ഗ്രൂപ്പ് കോൾ ഓഫ് ഇറ്റ്സ് FPO എന്ന് പറഞ്ഞു. 20,000 കോടി എങ്ങാനും ഉള്ള ഒരു FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്, അദാനി പിൻവലിച്ചിരുന്നു. അപ്പോൾ എന്താണ് FPO എന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. FPO എന്താണ്? FPO ഈസ് എ പ്രോസസ് വേർ ഇൻ എ കമ്പനി ദാറ്റ് ഈസ് ഓൾറെഡി പബ്ലിക്കലി ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇഷ്യൂ അഡീഷണൽ ഷെയർസ് ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം പബ്ലിക്കായിട്ട് ഇപ്പം നമുക്കിപ്പോൾ 1000 ഷെയറാണ് ഇപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് 1000 ഷെയറാണ് വിൽക്കുകയാണെങ്കിൽ 1000 ഷെയർ വിൽക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഷെയർ വിറ്റ് കഴിഞ്ഞു, അപ്പം ക്യാപിറ്റൽ സ്വരൂപിക്കാൻ വേണ്ടി നമ്മൾ ഷെയർ വിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോളോ ഓൺ, അത് കഴിഞ്ഞിട്ട് അതിനെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 1000 ഷെയറുള്ള ഒരു കമ്പനി ആദ്യം 1000 ഷെയർ വെക്കുന്നത് കഴിഞ്ഞിട്ട് വീണ്ടും ഷെയറുകൾ വിൽക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വിൽക്കുമ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് IPO എന്നും FPO എന്ന് പറയുന്നത് അതിന് ശേഷം വിൽക്കുന്ന ഷെയറുകൾക്ക് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഓൾറെഡി പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയറുകൾ ഉണ്ടാവും. അഡീഷണൽ ഷെയർസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഡ്യൂറിങ് ആൻ FPO കമ്പനി കുഡ് ഡിസൈഡ് ടു ഇഷ്യൂ ഫ്രഷ് ഷെയർസ് ടു ഇൻവെസ്റ്റേഴ്സ് ഓർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി കുഡ് ഡിസൈഡ് ടു സെൽ ദ ഷെയർസ് ടു ദ അതർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സിനും രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ IPO, FPO ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസാണ് ഈ ഷെയർസുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, ആദ്യമായിട്ട് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നപ്പോൾ അതാണ് IPO.
സെക്കൻഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്, അതായത് അതിനെ ഫോളോ അപ്പ് എന്ന രീതിയിൽ. രണ്ടാമത് പുതിയ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനോ വീണ്ടും ആ പറയുന്ന കമ്പനിയുടെ ഷെയർസ് ഒന്നുകൂടി ചെയ്യുന്നതിനാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് പറയും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.